ഹൃദയം നിറഞ്ഞ നമസ്കാരം. എൻ്റെ ഈ കൊച്ചു പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇതിന്റെ പേര് മോണോ ആക്ട് എന്നാണ് ഇവർ അനൗൺസ് ചെയ്തെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുപരിചയിച്ച സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു മോണോ ആക്ട് ഒന്നല്ല. ഇതൊരു ട്രോൾ പോലെയുള്ള, ചുരുക്കി പറഞ്ഞാൽ ഒരു സെൽഫ് ട്രോൾ പോലെയുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഈ വർഷം ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഈ വർഷം അവതരിപ്പിച്ചു. പക്ഷെ നമ്മുടെ പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കോമഡി സ്കിറ്റുകൾ പോലെയുള്ള പരിപാടികൾ വളരെ കുറവായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കോമഡി ചെയ്യാൻ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ഒരാൾ ഒരു കോമഡി പറയാൻ ഇവിടെ വരുന്നു, കോമഡി പറയുന്നു, പക്ഷെ ആരും ചിരിക്കുന്നില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കോമഡി ചീറ്റിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലപ്പോഴും കോമഡി പരിപാടികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുക. പക്ഷെ ഇന്ന് നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന കയ്യടികളും ചിരികളും പ്രോത്സാഹനങ്ങളും ഭാവിയിൽ ആത്മവിശ്വാസത്തോടെ ഈ സ്റ്റേജിൽ വന്ന് വ്യത്യസ്തങ്ങളായ കോമഡി സ്കിറ്റുകളും പരിപാടികളും ഒക്കെ അവതരിപ്പിക്കാൻ ഒരുപാട് പേർക്ക് പ്രചോദനം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, ചരിത്രത്തിന്റെ ഭാഗമാവാൻ സാധ്യതയുള്ളതായതുകൊണ്ട് ഇടം വരെ നോക്കണ്ട, ചിരിക്കുക, കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ കൂടെ ഉണ്ട് എന്ന പൂർണ്ണമായ ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകും. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ട്രോളായി മാത്രം എടുക്കുക, ചിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, മറന്നു കളയുക എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പരിപാടിയിലേക്ക് കടക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, റിമി ടോമിയുടെ ജന്മം കൊണ്ട് പുണ്യപൂർണമായ പാലായിൽ നിന്ന് വന്ന രണ്ട് പുലിക്കുട്ടികളായിരുന്നു ഈ കൊല്ലത്തെ പ്രസിഡന്റും സെക്രട്ടറിയും. ഇവർ രണ്ടുപേരും പാലാക്കാരായിരുന്നു. ഇവർ തമ്മിൽ ഒരു മത്സരമാണ് ഈ കൊല്ലം നടന്നത്. തങ്ങളിൽ ആർക്കാണ് കൂടുതൽ കഴിവും കാര്യപ്രാപ്തിയും എന്ന് തെളിയിക്കാൻ പ്രസിഡന്റും സെക്രട്ടറിയും മത്സരിച്ച് പ്രവർത്തിച്ചപ്പോ ഈ കൊല്ലത്തെ നമ്മുടെ പരിപാടികളെല്ലാം അടിപൊളിയായി എന്നുള്ളതാണ് സത്യം. ഇവർ രണ്ടുപേരും പങ്കെടുത്ത ചില മീറ്റിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് പാലാക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായി. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതിന് നടുവിൽ മൂകസാക്ഷിയായി ഞാൻ, ട്രഷററായ ഞാൻ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ക്ഷേമയുടെ ഭാവി പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രസിഡന്റ് വിളിക്കുന്ന ഒരു ഫോൺ കോളാണ്. അതിഗൗരവമേറിയ ഒരു ചർച്ച. ഫോൺ വിളിക്കുന്നത് പ്രസിഡന്റ്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ട്രഷററും സെക്രട്ടറിയും. ഞാനൊരു മിമിക്രിക്കാരനൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഫോൺ സംഭാഷണത്തിലേക്ക് പോകാം. ഹലോ ശില്പ, എന്നാ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് എന്നായെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഈ കൊല്ലം കൊണ്ടുവരണ്ടേ? രമേഷ് പിഷാരടി ബ്രിസ്ബെയിനിലോട്ടും സിഡ്നിയിലോട്ടും ഒക്കെ വരുന്നുണ്ട്. നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുവാന്നേല്ലേ, ഇങ്ങോട്ടും കൂടെ വരികയല്ലേ? അത് നടക്കുകയില്ല. സെലിബ്രിറ്റീസിന്റെ പരിപാടികളൊന്നും ഇനി ഷെപ്പേർഡിൽ നടക്കുകയില്ല. ഇനി നമ്മുടെ സെലിബ്രിറ്റീസിന്റെ പരിപാടികളുമായിട്ട് വരുന്ന ആൾക്കാർ വിളിക്കുന്ന പ്രോബ്ലം ഒന്നും വരികയില്ല. നമ്മുടെ ബോയ്സിന്റെ പിള്ളേര് ഇവിടെ ഉള്ളിടത്തോളം ഷെപ്പാർട്ടണിൽ എല്ലാ പരിപാടി വന്നാലും അത് വിജയിച്ചിരിക്കും. അങ്ങനെയാന്നേലെ വേറൊരു പരിപാടി എന്നാന്ന് വെച്ചാൽ സ്വന്തം ശബ്ദത്തിൽ എല്ലാവരെയും ഇരിക്കുന്ന ഒരു നാട്ടിലുണ്ട്. എന്താ അവന്റെ പേര്? ടിനിട്ടോ. അവൻ നാട്ടില് ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുവാണ്. ശില്പ ഒരു വിസ എടുത്ത് കൊടുക്കുവാന്നേനെ. വിസയ്ക്ക് അപ്ലൈ
സെലിബ്രിറ്റീസിന്റെ പരിപാടികൾ നമുക്ക് ഈ കൊല്ലം ഇനി വേണ്ടാന്ന്. എന്നാൽ ഞാൻ മറ്റെടുക്കട്ടെ, മറ്റ് വെറൈറ്റി പ്രോഗ്രാംസ്. ആ, അതാണ് ജിജോ ചേട്ടാ, variety programs ആണ് നമ്മള് ചെയ്യേണ്ടത്. അതാണ് നമ്മള് കൊണ്ടുവരേണ്ടത്. അതാണ് ആൾക്കാർ expect ചെയ്യുന്നത്. ഈ എന്നാ variety ആ? പാലാഭാഗത്ത് കേരള കോൺഗ്രസിലുള്ള എന്റെ ഒരു പിടി ശില്പക്കറിയാമേ. ആ, പാലായിലുള്ള എന്റെ വല്യമ്മച്ചിയാണ്. എനിക്കറിയാമില്ല. അതല്ല, മാണി സാറ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എന്നാണ് നാട്ടിൽ പൊതുവെ എല്ലാവരും പറയാറ്. ജിജോ ചേട്ടാ, വെറുതെ ഇരുന്ന് തള്ളാതെ പ്രോഗ്രാമിന്റെ കാര്യം പറയട്ടാ. അതാണ്. അപ്പൊ ജോസ് കെ മാണിയുടെ അമ്മായിയുടെ മോൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിനാണ്. ഞാൻ നിർബന്ധിക്കുക, അങ്ങനെ ചിലപ്പോ പുള്ളി വരും. വരുമോ? ജോസ് കെ മാണി വരുമോ? ജോസ് കെ മാണി വരികയില്ല, ജോസ് കെ മാണിയുടെ അമ്മായിയുടെ മോൻ വരും. പുള്ളി എന്നെയും ജോസ് കെ മാണിയൊക്കെ പോലെ നല്ല കഴിവുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് 3 പ്രാവശ്യം തോറ്റിട്ടുള്ളതാണ്. സ്വന്തം വീട്ടിൽ വോട്ട് പോലും കിട്ടിയില്ല. ഇപ്പൊ നാട്ടില് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുക. നമ്മള് വണ്ടിക്കൂലിയും വട്ടച്ചെലവിന് എന്നായും കൂടെ കൊടുത്താലും അതിന് വട്ടച്ചെലവിന് കൊടുക്കാൻ ഇവിടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് ജിജോ ചേട്ടാ. ഷേമയുടെ അക്കൗണ്ടിൽ പൂച്ച കെട്ടി കിടക്കുക. അല്ലേ നിവിനെ? നിവിന് ഉറങ്ങുക. എന്നാ ചെയ്യാന്ന്? ഇതുപോലത്തെ ഉറക്കത്തൂങ്ങികളെ പിടിച്ച് പ്രഷർ ആക്കി പിന്നെ എങ്ങനെ പൂച്ച കെട്ടി കിടക്കായിരിക്കും? നിവിനെ, കേൾക്കാമോ? കേൾക്കാൻ അല്ലേ ഷേമയുടെ GMCയുടെ അക്കൗണ്ടിൽ പൂച്ച കെട്ടി കിടക്കുകയല്ലേ? അതെ അതെ, രണ്ടെണ്ണം. അതാ ജിജോ ചേട്ടാ ഞാൻ പറഞ്ഞേ, ഇത് നടക്കില്ല. ആ പരിപാടിയും നടക്കുകയാണെങ്കിൽ നമുക്ക് ആ പരിപാടിയും വേണ്ടാതുണ്ട്. പിന്നെ വേറൊരു പരിപാടി എന്നാന്ന് വെച്ചാൽ, ഇതാവുമ്പോ പൈസ മുടക്കൊന്നും വരികയില്ല. അവർ വന്ന് പരിപാടി ചെയ്തിട്ട് അങ്ങ് പോയിക്കോളും. ഒരു സിനിമാ നടിയുടെ പരിപാടിയാണ്. ആ, അത് കൊള്ളാൻ ചേട്ടാ, നല്ല പരിപാടിയായിരുന്നു. പൈസ നോക്കണ്ട, നമുക്കൊന്ന് നടത്താം. ആ സിനിമാ നടിയുടെ കാര്യം പറഞ്ഞപ്പോ മാത്രം നീ എഴുന്നേറ്റു. പുറത്ത് വീണാലിന്റെ വിനയം വാരിയെറിയാലും ഉള്ളിലെ കോഴിത്തരം എപ്പോഴെങ്കിലും പുറത്തു വരും. ഷെപ്പർട്ടർ മുഴുവൻ കാട്ടുകോഴികളാണ്. ഷേമായിനെ കോഴികളെ നടപടി വരും. ജോജേട്ടാ, ഏത് സിനിമയിലെ ഹാദിറാസാണോ, അന്നാരാജനാണോ, മിയ ജോർജാണോ? മിയ ജോർജ് അല്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് അറിയുമോ എന്ന് എനിക്കറിയുകയില്ല. എന്റെയൊക്കെ ജനറേഷനിലുള്ള ഒരു കുട്ടിയാണ്. കടത്തനാട്ടുമാക്കത്തിൽ തോൽവിയായിട്ട് അഭിനയിച്ച ഒരു നടി. ബെൻഡിഗോലൊരു ഏച്ചുകാരനുണ്ട്. ജിജോ ചേട്ടാ, ഇപ്പൊ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള പീസുകളെ കൊണ്ടുവന്ന ആൾക്കാരെ നമ്മളെ ഇറക്കി ചേട്ടാ. നിവിനെ എന്ത് കഴിഞ്ഞ പോലെ വാദമെന്ന് പറഞ്ഞിങ്ങനെ ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണോ? ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നില പരിശോധിച്ച് ഇത് നടക്കുന്ന പരിപാടിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ നടക്കലില്ല. എന്റെ ജിജോ ചേട്ടാ, ഈ പറഞ്ഞ പരിപാടിയൊന്നും ഷെപ്പർട്ടറിന് ഇപ്പോഴും നടക്കുകയില്ല. ഈ പറഞ്ഞ പരിപാടികളൊന്നും ഈ കൊല്ലം നടക്കുകയാണെങ്കിൽ ഞാൻ ജോലിയും കൂലിയില്ലാതിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പിന്നെ ആ, അതാ നല്ലത് ജിജോ ചേട്ടാ. എനിക്ക് ചക്കക്കുരു മാങ്ങി കറി വെക്കാൻ ടൈം അല്ല, 3 അസൈൻമെന്റ് വെക്കാൻ ടൈം. ഞാൻ പെണ്ണ് വിളിക്കാം. ബൈ നിവിനി, ബൈ. ഞാൻ വിചാരിച്ചതുപോലെ സംഗതി ഏറ്റില്ല എന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ട്രോളായി പറയാനായി ഞാൻ ശ്രമിച്ചുവെങ്കിലും ഇതിന്റെ വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ച രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പല്ലുപോലും തേക്കാതെ ക്ഷേമയ്ക്ക് വേണ്ടി എന്തെല്ലാം വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ടുവരണമെന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നുണരുന്ന ഒരു പ്രസിഡന്റും ഈ പരിപാടി ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിന് പറ്റിയതല്ലെങ്കിൽ നടക്കില്ല എന്ന് ശക്തമായി പറയാൻ തന്റെ ഇടമുള്ള ഒരു സെക്രട്ടറിയും ഉണ്ടായി എന്നുള്ളതാണ് ഈ കൊല്ലത്തെ നമ്മളുടെ വിജയത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. അവരുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനും നിശ്ചയദാർഢ്യത്തിനും എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. തങ്ങളെ തന്നെയാണ് ട്രോളാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. അവർ സമ്മതിച്ച
സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഞങ്ങളുടെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചത്. ആ പരിപാടി നടത്താൻ സമ്മതിച്ച അവരോട് രണ്ടുപേരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.